മിണ്ടരുടാ കൊച്ചു പിള്ളേരെ പോലെ. അയ്യോ, ഒരു ഒന്നൊന്നര വീഴ്ചയാ വീണത്. ഞാൻ ശത്രു സംഹാര പൂജ കഴിഞ്ഞ് വന്നില്ല, അപ്പത്തേക്കും ദൈവം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈയിടെ സ്റ്റാൻഡേർഡ് കോമഡി ആണല്ലോ അടിക്കുന്നേ, ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോട്ടാ. സാറ, നീ ഈടായിട്ടെന്നെ നന്നായി പോഴ്ത്തുന്നുണ്ട്. ഒരു വീഴ്ച ഞാനും പ്രതീക്ഷിച്ചായിരിക്കുന്നത്. നീ ഇതുവരെ പറഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞതാണ് കോമഡി. പാറു മതി, ഉള്ള ചിരി മൊത്തം ചിരിച്ചു തീർക്കണ്ട. പിന്നെ കോമഡി പറയുമ്പോ എങ്ങനെ ചിരിക്കും? എടാ ചിരിക്കടാ, ചിരിക്കടോ. സോറി, കേട്ട ഡയലോഗ് വ്യക്തവും ശക്തമായ ഉദ്ദേശമാണെങ്കിൽ മാത്രമാണെങ്കിലേ റിയാക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കോഴിക്കോട് നാടകാചാര്യൻ വാസുദേവ മാഷ് പറഞ്ഞിട്ടില്ലേ? അല്ല, കുറെ നേരമല്ലേ സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ട്? നിനക്ക് ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതല്ലേ? കാണിച്ചു തരാം. നിന്നെ ഇന്ന് കൂവി വിളിപ്പിച്ച് തൊലി ഉരിപ്പിച്ചിട്ടുള്ള വേറെ കാര്യം നോക്കിയോ. നാണിക്കാനും വേണ്ടടി ബോധം. മിനിമം ചെറിയ രീതിയിലൊക്കെ നാണം കെടാനുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതിന്റെ അഹങ്കാരം ഒന്നും അവനില്ല, അല്ലടാ? എന്നാലെന്തോ അവരെത്താത്തത്. അവര് വരുവാടാ, സമാധാനപ്പെടും. ഞാൻ നോക്കട്ടെ. ആത്മപ്രശംസ നല്ലതാ, പക്ഷെ ആദ്യം നിന്റെ ഈ മുണഞ്ഞ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു യോഗ്യനായിട്ട് മാറണം. മാറാം, മാറിയിരിക്കും. പോയി മേക്കപ്പ് ചെയ്യും. ആ കൊച്ചേ, മോഡൽ വെച്ച് അവൾ എത്തുമ്പോ ഒന്നും പറഞ്ഞേക്കണേ. വല്ല നല്ല മോഡലാണേ അറിയിക്കാം. ചെല്ല് പറയണേ. ഓക്കെ, പോ. എടാ ആനന്ദേ, നീ എന്താ ഇവിടെ ചെല്ലങ്ങോട്ട് വായിച്ചാ എന്തിന്റെ ആഡ് ഷൂട്ടാ? എന്നെ അനുഗ്രഹിക്കേ. നീ നന്നായി വരൂടാ, പോയി സിനിമാലോകം കീഴടക്കണ. താങ്ക് യു റോയിച്ച. ചെല് പോട്ടെ. സാറെന്താ ഇവിടെ? വെറുതെ മോഡൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും. അത് പിന്നെ ഈ മോഡൽ ഞാൻ കുറെ നാളായല്ല കാണാൻ തുടങ്ങിയിട്ട്. വാ മോന് ഞാൻ പണി തരാം. വാ സാറാ, പോടാ അവിടെ. സാറു, നീ മൊബൈൽ മറ്റേ കയ്യിൽ ക്യാമറ ആക്കിയോ? കയ്യിലെന്തെങ്കിലും വേണ്ടേ? വേണം. ഒടുവിൽ ഇവിടെ വരുന്ന ഗേൾസിനൊക്കെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ അവരുടെ ബോയ് ഫ്രണ്ട്സ് നിന്നെ ഇടിച്ച് പെരുമാറുമ്പോഴേ കയ്യില് മാത്രമല്ല ദേഹത്തും എന്തെങ്കിലും കിട്ടിക്കോളും. അയ്യോ, ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞ് ഒപ്പിച്ചതല്ലേ? നാ കുടി. വേണ്ടെങ്കിൽ വേണ്ട. സാറാ, നമ്മുടെ രണ്ടുപേരുടെ ഒന്ന് രണ്ട് നല്ല സ്നാപ്പ് എടുത്താലോ? കസ്റ്റമർ മാനേജ് ചെയ്യല്ലേ? കസ്റ്റമറോട് തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഐ ആം ടോണി. ഐ ആം പൂജ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒന്ന് രണ്ട് നല്ല സ്നാപ്സ് എടുത്ത് തരാം. ഓ, ഓക്കെ. ചെരിഞ്ഞ് കുറച്ചുകൂടി കണ്ടോ? മോഡല് തന്നെയാ. താങ്ക്സ് ഡാ. നിനക്ക് സിനിമ ട്രൈ ചെയ്തൂടെ? സീരിയസ്ലി? ഈ സെർവൻസിന്റെ ഒക്കെ റോളിന് ഭയങ്കര പിടിയാന്നാ കേട്ടെ. ടോണി, സോറിയടാ. അതൊക്കെ പോട്ടെ, റോയ്ച്ചൻ എന്തേ? റോയിച്ചൻ കോഴിക്കടയിൽ പോയി. കോഴിക്കടയിലോ? അതെന്തിനാ? അവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. കോഴിക്കട എന്തിനാ പോണേ? കോഴിയെ വാങ്ങാൻ. രാത്രി കോഴിയാണോ? രാത്രി മാത്രമല്ല, റോയിച്ചൻ ഫുൾ ടൈം കോഴിയാ. ഈ കൊച്ചിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അല്ല ചോദിക്കട്ടെ, നിനക്ക് വല്ല ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്കോ? പിന്നെ എനിക്കോ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. ഞാനൊരു ബിൽഡപ്പിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഇവിടെ വരുന്ന ഏതെങ്കിലും ഗേൾസിനോട് സംസാരിക്കാറുണ്ടോ? എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എന്റെ ഏട്ട അതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഫ്ലോട്ടിങ് ചേട്ടൻ അറിഞ്ഞിട്ടും പഠിപ്പിക്കാഞ്ഞതാണോ? ചേട്ടനോ? പാവാ. ചേട്ടൻ ഈ വിഷയത്തിൽ ശകലം വീക്കാ. പാവം, നാടത്തെ പാവാ. സീരിയസ് ആയി പറഞ്ഞാണോ? അല്ല, നീ എന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് കരുതി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചാ ചോദിച്ചത്. പക്ഷെ നീ ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞാൽ എനിക്ക് മോശമാ.
പക്ഷെ നീ ഡ്രസ്സിംഗ് സെൻസും നീ പരിചയപ്പെടുന്ന രീതി കണ്ടാൽ ആരും നീ ഒരു ഫ്രീക്കാന്നേ വിചാരിക്കുള്ളൂ. മിനിമം 4 ബോയ് ഫ്രണ്ട്സും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ ഞാൻ നിന്നെ എങ്ങനെ പരിചയപ്പെടുത്തും ടോണി? കർത്താവേ, പണി പാലും വെള്ളത്തിൽ കിട്ടി. ഇനി എന്താ ചെയ്യുക? മൊബൈല് തന്നെ ശരണം. പൂജ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഗേൾസിന് ഇതൊന്നും ഇഷ്ടമല്ല. നിന്നെ ഞാൻ അവരുടെ കൂട്ടത്തിലാണ് പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സീരിയസ്ലി, ഈ ഫോണില് ഒരൊറ്റ ബോയുടെയും നമ്പർ ഉണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ നോക്ക്. ഞാനേ നല്ല കിടിലം ഫ്രീക്കാ. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോ ഓരോന്നിനായിട്ട് വിട്ട് കളഞ്ഞതാ. അങ്ങനെയുള്ള എന്നോടാ നിന്റെ ചോദ്യം? ദൈവം എന്റെ കൂടെയാടാ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ ഒരു നമ്പർ ഇട്ടത്. ഇപ്പൊ കറക്റ്റ് കള്ളത്തരം പുറത്തു വന്നില്ലേ? നീ പെട്ടു. ഇനിയൊന്നും പറയണ്ട. അപ്പൊ ഇടയ്ക്ക് കാണാം. ഞാൻ വരും ആസ് എ ഫ്രണ്ട്. ബൈ. എടീ, തൽക്കാലം നീ ജയിച്ചു. ചെവി നുള്ളിക്കോ. നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ പുറകെ നടത്തിക്കും. ആരും കണ്ടില്ല. ഞാൻ കണ്ടു. ഇന്നലെ എന്താ വരാഞ്ഞത്? ആണോ? അത് ശരി. ഇപ്പൊ എങ്ങനെ വരാനാ? അച്ഛൻ ഇവിടെ തിരക്കലല്ലേ? നോക്കട്ടെ കേട്ടോ. എനിക്കോ ഏറ്റവും ഇഷ്ടം എന്താ? നിന്നെ അല്ലാതെ ആരെയാ? ആര്? ഇവിടെ ഉള്ളവരോ? അവരൊക്കെ നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കുള്ളൂ മോളൂ. ആണല്ലേ? കുളിക്കാൻ പോവാന്നോ? കുളി കഴിയുമ്പോ ഏത് ഡ്രസ്സാ മോളിടാൻ പോകുന്നേ? അന്ന് നമ്മൾ ഒബ്രോണി കണ്ടപ്പെട്ടതോ? ആ ബ്ലാക്കോ? ആ അത് മതി, അതെനിക്കിഷ്ടം. ആ എന്നാ വൈകുന്നേരം കൊണ്ടൊക്കെ പോര്. ഓക്കെ, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, വെക്കട്ടെ. തന്നോളൂ. ആ കിട്ടി. തിരിച്ചു വേണ്ടേ? ഉമ്മ. അയ്യോ, റോയ്ച്ചൻ കൈ വിട്ടു പോയടാ. ആ എപ്പോ ഞാൻ റോച്ചനെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ചുറ്റികളിലായിരിക്കും. അത് ഞാൻ കാണുമ്പോ പറയാറുണ്ടായിരുന്നു. ഇനി കണ്ടാ ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ ഇനി നമ്മളൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. ഏതവളാണാവോ വന്ന് കേറാൻ പോകുന്നത്? നോട്ടപേശുവാണ്. നമ്മുടെ തോന്നിവാസത്തിന് എല്ലാത്തിനും റോയ്ച്ചനെ നിർദ്ദിച്ചു. അതാ പറ്റിപ്പോയത്. ഞങ്ങളാണോ നോക്കിയിട്ടിരുന്നത്? നീയല്ലേ? അതെ. ശരിയാ, എന്റെ തെറ്റാ. ഞാൻ അറിയുന്നുണ്ടോ പുറത്തിറങ്ങിയ റോയ്ച്ചൻ എന്തൊക്കെ വികൃതി കാണിക്കുമെന്ന്. എന്നാലും തറവാട്ടി പറഞ്ഞ കൊച്ചിനെ കൊണ്ട് റോയ്ച്ചനെ കെട്ടിക്കണമെന്നായിരുന്നു എന്റെ സ്വപ്നം. പാഴാവോ എന്റെ കർത്താവേ? ഉമ്മ വരെ കൊടുത്ത സ്ഥിതിക്ക് പ്രശ്നമാവുന്ന തോന്നുന്നേ. ഇതിപ്പോ ഏതവളാന്ന് എങ്ങനെ അറിയാ? ടോണി, നീ ലെവലാണെങ്കിലോ? എവള്? നമ്മുടെ മൂവി ഡയറക്ടർ നേഹ. നേഹയോ? വല്ല ഗതിയുള്ളവല്ലാണോ? നമ്മുടെ റോച്ചനെ ചേരോ? അതവളാവും. ഒരു കാരണമുണ്ട്. അവളെന്ന് എത്ര മണിക്ക് വരുമെന്ന് അറിയിച്ചിരുന്നത്? 11 മണി. ഇപ്പോ സമയം 9:50. ഇപ്പൊ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടി പറഞ്ഞ സമയത്ത് ഇവിടെ എത്തുകയുള്ളൂ. കുളിക്കാൻ പോവുകയാണോ എന്ന് ആ കുട്ടിയോട് റോയിച്ചൻ ചോദിച്ചത് നമ്മൾ കേട്ടതല്ലേ? അതെ. എങ്കിൽ നീ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾ വരുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറ് റോയിച്ചൻ പറഞ്ഞ ബ്ലാക്ക് ആണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഷീസ് ദ വൺ. ഇതവളാണ്. തവളയാ? യു മീൻ ഫ്രോഗ്? this is our location. ബ്ലാക്ക്. ദൈവമേ, ബ്ലാക്ക്. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയാ. ഞാൻ പോവാ. ഹായ്. ഹായ്. സാറ, ഇത് നേഹ. ഹായ് സാറ. റോയ്ച്ചൻ എവിടെ? അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടോളാം. എന്റെ ക്രൂ ഒന്ന് വരും, നോക്കിക്കോളണേ. ബൈ. അവൾ വിളിച്ചത് കേട്ടോ? റോയ്ച്ചാന്ന്. ഒരു കുത്തു വെച്ചു കൊടുക്കാനാ തോന്നിയാ? വേണ്ടായിരുന്നു, ഷൂട്ടിങ്ങും പട്ടായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. 3 പേരും കൂടെ കുത്തി മറിയായിരുന്നല്ലോ.
ഇനിയിപ്പോ ഈ ഒരു ഒറ്റ ദിവസം മതി റോയിച്ചന്റെ കൂടെ നടന്ന് നമ്മളെയൊക്കെ തോപ്പിക്കാൻ. എങ്ങനെയാടാ അവളെ റോയ്ച്ചനിൽ നിന്ന് പിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും കൂടി റോയിച്ചനോട് പറയാം. എന്ത് പറയണം? നമുക്കാർക്കും അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് റോയിച്ച അവളെ കെട്ടണ്ടെന്ന്. അപ്പൊ പറയും നിങ്ങൾ കെട്ടണ്ട, ഞാൻ കെട്ടിക്കൊള്ളാന്ന്. അറിയാലോ റോയ്ച്ചന് ദേഷ്യമൊക്കെ. അങ്ങനെയൊന്നുമല്ല, പഴയ സ്വഭാവമൊക്കെ എന്താ മാറിയെന്നറിയോ? പണ്ട് ഞാൻ റോയിച്ചന്റെ മുമ്പ് കൂടി പോകത്തല്ലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ? ആ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന റോയിച്ചനെ അവള് കൊണ്ടുപോകത്തേ ഉള്ളൂ. നീ വല്ല ഐഡിയയും പറ. ഓക്കെ ഓക്കെ, സ്ക്രിപ്റ്റാ. എന്തിനാ? 2 ഡയലോഗ് ഉണ്ട്. ചേട്ടൻ സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? ഉണ്ടല്ലോ. എന്താ ചോദിച്ചേ? സിനിമക്കാരൊക്കെ അറിയോ? താൻ എന്തോടെ കാണിച്ചേ? എല്ലാം പോയല്ലോ. എടോന്നോ? പിന്നെ എന്ത് വിളിക്കണം? ആർട്ടിസ്റ്റിനൊക്കെ എടോന്നാണോ വിളിക്കാൻ? പിന്നെ എന്താ ഞാൻ തന്നെ വിളിക്കേണ്ടത്? സാറേന്നോ? അല്ല, സാധാരണ ഈ ആർട്ടിസ്റ്റ് സാധാരണ ഒരു മേക്കപ്പ് ആയിരുന്നല്ലേ? ഇതൊക്കെ ഇട്ടേച്ചങ്ങ് പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. മേക്കപ്പ് ചെയ്തോ? ലാലേട്ടനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? ഇല്ല. മമ്മൂക്കേനെയോ? ഇല്ല. സാരില്ല, ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആകുമ്പോ ആനന്ദിനെ മേക്കപ്പ് ചെയ്തു പറഞ്ഞോളൂ കേട്ടോ. മര്യാദക്ക് അവിടെ ഇരുന്നില്ലെങ്കിലേ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് മേക്കപ്പ് ചെയ്യണം നിന്നെ ആയിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. മേക്കപ്പ് ചെയ്തോളൂ. പറയൂ. ഇല്ല, ഞാനിവിടെ ഒരു കോഫി ഷോപ്പിന്റെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല, നിങ്ങൾ പറഞ്ഞാ മതി. അയ്യോ, നേരത്തെ പറയണ്ടായിരുന്നോ? എന്റെ ഡേറ്റ് ക്ലാഷ് ആവും ചിലപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലടാ, കുഴപ്പമില്ല. നീ എല്ലാം ഫിക്സ് ചെയ്ത് എന്നോടൊന്ന് പറഞ്ഞാ മതി. അപ്പൊ ഓക്കെ, ശരി എന്നാ ഞാൻ വിളിക്കാം. ചേക്കേ, ബൈ. ഹായ്, ഐ ആം ടോണി. ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, എനിക്കൊന്ന് റെഡി ആവണം. ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. യു ലുക്ക് റിയലി നൈസ്. താങ്ക് യു. എനിക്കറിയാം. പിന്നെ വേറെ ഏതൊക്കെ ആഡുകൾ ചെയ്തിട്ടുണ്ട്? കുറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഞാനും ആലോചിച്ചു, എവിടെയോ കണ്ടിട്ടുണ്ട്. ലിൻഡയുടെ ബോയ്ഫ്രണ്ട് അല്ലേ? അതെ. ഓക്കെ, എന്നിട്ട് ലിൻഡ ഇപ്പൊ എവിടെ? അവളുടെ മാരേജ് കഴിഞ്ഞോ? എപ്പോ? 2 ആഴ്ച മുമ്പ്. എന്നിട്ടെന്താ? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് നടത്തുന്നു. ഓക്കെ, സോ സാഡ്. വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ അതെ, മതി. ചേട്ടനൊന്ന് പുറത്തു പോയെന്നേ, എനിക്ക് എന്റെ പണി ചെയ്യണം. ഓക്കെ. മേക്കപ്പ് തെണ്ടി. ആ ഫോണൊന്ന് മാറ്റി വയ്ക്കൂ. ഓ സോറി. എന്നാ നമ്മളിനി കാണുക. You can call me anytime. താങ്ക്സ്. പക്ഷേ നമ്പർ കിട്ടിയിട്ടില്ല. This is my number. സത്യത്തില് മേഘയെ കണ്ടപ്പോഴാ ഞാനൊന്ന് റിലാക്സ് ആയത്. ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. I can be a good friend. That's my promise. I know. Okay, got to go now. See you. Bye. പോട്ടെ. So the ad went okay അല്ലേ? അല്ല, ഈ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? Of course, റോഷൻ ടെൻഷൻ എടുക്കണ്ട. ഈ ആഡ് നന്നായി തന്നെ പുറത്തു വരും, അത് ഞാൻ ഗ്യാരണ്ടി. പോരെ?
ഓക്കെ താങ്ക് യു. ഓക്കെ ദെൻ സീ യു. ഗുഡ് ബൈ. ബൈ. ജിതിൻ, അപ്പൊ ശരി, കാണാം. ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുക? ഏതെങ്കിലും സിനിമാ ലൊക്കേഷനിൽ വെച്ച് കാണാല്ലേ? എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. ആനന്ദിന് ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച ക്യാമറ എന്ന നിലയ്ക്ക് നീ ചരിത്രത്തിൽ ഇടം നേടും, അതെനിക്ക് ഉറപ്പാ. എന്താ നിന്റെ പേര്? കാനൻ 70. നല്ല പേര്. നിനക്കെന്താ അത്ര സന്തോഷമില്ലാത്ത? തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കൊന്നും തരാനില്ല. എന്തായാലും ഇതിരിക്കട്ടെ. ക്യാമറയുടെ ലെൻസിൽ മുമ്പ് വെക്കലടാ. ശരി കേട്ടോ, പിന്നെ കാണാം. ബൈ. അങ്ങനെ നമ്മുടെ ആനന്ദക്കുട്ടനൊരു നടനായി. നിനക്കിനി എന്താ സങ്കടം? ഒരു കലാകാരനെ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ ഷൂട്ടിംഗ് ബ്രേക്കപ്പ് ആയ ഭയങ്കര ഫീലിങ്സാ. ബ്രേക്കപ്പോ? ബ്രേക്കപ്പ് അല്ല, പാക്കപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. അതിനെന്തിനാ ഇങ്ങനെ ഫീലിങ്സ് അടിച്ചിരിക്കുന്നേ? അതാ പറഞ്ഞ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. ആനന്ദേ, ഒരു പരസ്യം ചെയ്താൽ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നെങ്കിൽ ഒരു സിനിമ അങ്ങനെ ചെയ്താൽ നീ തൂങ്ങിച്ചാവൂലടാ. ടോണി, അത് വിട്ടുകളാ. ചുമ്മാ അവന്റെ നേരെ ഒരു ചാടിക്കയറ്റം. അവനെന്തേലും പറയട്ടെ. നീയും വിഷമിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ മോഡൽ വെച്ച് പോയതിന്റെ സങ്കടമായിരിക്കില്ലേ? പിന്നെ സങ്കടം എന്റെ ജീവിതത്തിൽ എന്തുവരെ ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. അതൊക്കെ ഇത്തരം അഫെയറിൽ സീരിയസ് ആയിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. നീ എന്തിനാ എന്റെ മുഖത്തൊക്കെ പറയണ? അല്ല, ഞാനിങ്ങനെ അഫെയറിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. അതെന്തിനാ എന്റെ മുഖത്തോക്കി പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതെ അതെ. രാവിലെ ഫോണിൽ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. ഇഷ്ടപ്പെട്ട കളറെ ഒരാൾ ഇടാവൂ എന്നൊക്കെ പറയുന്നത് ഒരു തരം പൊസസീവ്നെസ്സാ. ഈ ഉമ്മയുടെ കാര്യം വിട്ടേക്ക്, സർവ്വസാധാരണ. കൊടുക്കേണ്ടവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ അതിന്റെ കാര്യം. പക്ഷെ ഞങ്ങളെക്കാട്ടും കൂടുതൽ റോയ്ച്ചൻ അവരെ സ്നേഹിച്ചല്ലോ. അത് കേട്ടപ്പോ ചങ്ക് തകർന്നു പോയി റോയ്ച്ച. അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു അല്ലേ? കൊള്ളാം. അപ്പൊ അതായിരുന്നു പ്രശ്നം. മാറി, ഞാനിപ്പോ വരാം. അല്ല, റോയിച്ചൻ എങ്ങോട്ടായിരിക്കും പോയത്? എന്തിനായിരിക്കും പോയത്? ഇനി ആ വാശിക്ക് ആ പെണ്ണും കൊണ്ട് വരുമോ? അയ്യോ, ഹായ്. ആ. ഇതാണ് അങ്കിളിന്റെ ഫ്ലാറ്റ്. ഇവിടെ മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഉണ്ട്. ഹലോ, ഇതാണ് എൻ്റെ സ്വീറ്റ് ഹാർട്ട് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി, ഇതാണ് അങ്കിളുടെ ഫ്ലാറ്റിലെ 2 കുരങ്ങന്മാരും 2 കുരങ്ങത്തികളും. ഹായ് മോളെ. എന്തായി, ചർച്ചയൊക്കെ തീർന്നോ? ഇതമ്മു, എന്റെ ഫ്രണ്ട് രാജീവിന്റെ മോളാ. ഹായ്. ഹലോ. ഈ മോളോടാണ് ഞാൻ രാവിലെ ഫോണിൽ സംസാരിച്ചത്. ഇനി ആർക്കെങ്കിലും കൂടുതൽ സ്നേഹം കൊടുക്കണമെങ്കിൽ വരാം, അല്ല ഉമ്മ കൊടുക്കണമെങ്കിലും വരാം. പിന്നെ ഡ്രസ് ബ്ലാക്കാ? ബ്ലാക്ക്. ഇതായിരുന്നു ബ്ലാക്ക്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ റോയ്ച്ച വഴിതെറ്റി പോലെന്ന്. നിങ്ങൾ അങ്ങ് ചുമ്മാ ഓ